ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണ് ബി.ജെ.പി. സി.ജെ.പി. സമരവുമായി ബന്ധപ്പെട്ട് രാഹുൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സമരത്തിന് പിന്തുണയർപ്പിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുലും സംഘവും നടത്തിയ അപ്രതീക്ഷിത മാർച്ചാണ് സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയതെന്ന് ബി.ജെ.പിക്ക് ഉറപ്പുണ്ട്. അവർ പുറമേ അത് സമ്മതിക്കില്ലെങ്കിലും അതോടുകൂടി രാഹുലിനോടുള്ള കലിപ്പ് ബി.ജെ.പിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതിൽ മോദിയും അമിത്ഷായും മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ മോദിയോ ഷായോ പങ്കെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയും രാഹുലും കോൺഗ്രസും ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് രാഹുലിനെതിരെ കടന്നാക്രമണവുമായി മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പീഡകരുടെ സംരക്ഷകനാണെന്ന രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിലാണ് ബി.ജെ.പി. ആക്രമണം കടുപ്പിക്കുന്നത്. ഇന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് രാഹുലിന്റേത് മോശമായ ഭാഷയാണെന്നും ഇത് ആരോഗ്യകരമായ ചർച്ചയ്ക്ക് ഭൂഷണമല്ല എന്നുമാണ്. ഇന്ന് ലോക്സഭ 11 മണിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ സഭ മുങ്ങി. ബിൽ ചർച്ചയുടെ രണ്ടാം ദിനത്തിലും മോദിയോ അമിത്ഷായോ സഭയിൽ എത്താത്തതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഇരുവരും എവിടെയെന്ന ചോദ്യം ഉയർത്തിയുള്ള ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള ഉപേക്ഷിച്ച് സ്പീക്കർ മടങ്ങി. ഇനി രാഹുലിനെതിരായ ബി.ജെ.പിയുടെ ആക്രമണത്തിലേക്ക് വന്നാൽ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസ് പ്രതികളെ വിട്ടയച്ചതിനെ 2022 മന്ത്രിയായിരുന്ന പ്രഹ്ലാദ് ജോഷി ന്യായീകരിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതുതന്നെയാണ് ഇന്നലെ ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയും ഉന്നയിച്ചത്. ബിൽ ചർച്ചയിൽ സംസാരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് രാഹുലിനെതിരെ ബി.ജെ.പി. നേതാക്കൾ രംഗത്ത് വന്നത് എന്നത് ശ്രദ്ധേയമാണ്. രാഹുൽ നടത്തിയേക്കാവുന്ന കടന്നാക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കമായാണ് ഇതിനെ കാണേണ്ടത്. ദില്ലിയിൽ മാത്രമല്ല, കർണാടകയിൽ നിന്നുള്ള ഒരു ബി.ജെ.പി. എം.എൽ.എ. രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വിദ്വേഷ പ്രസംഗവും ഇതിനോടകം വിവാദമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ പരമ്പരയെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് യശ്പാൽ സുവർണ എന്ന ബി.ജെ.പി. ജനപ്രതിനിധി പ്രസംഗിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെട്ടപ്പോൾ ഞങ്ങൾ ബാബറി മസ്ജിദ് തകർത്തു, അതുപോലെ രാഹുലിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന ഭീഷണിയാണ് യശ്പാൽ സുവർണ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ ബി.ജെ.പി. നേതാക്കൾ രാജ്യത്തിന്റെ പലയിടത്തു നിന്നായി രാഹുലിനെതിരെ പരാമർശങ്ങൾ നടത്തുകയാണ്. രാഹുലിന്റെ ഭാഷയിൽ പ്രശ്നം കണ്ട മന്ത്രി കിരൺ റിജിജു തന്റെ പാർട്ടിയിലെ എം.എൽ.എയായ യശ്പാലിന്റെ വാക്കുകളിൽ എന്തെങ്കിലും അധിക്ഷേപം കണ്ടെത്തുമോ എന്ന് കാത്തിരിക്കാം. എന്തായാലും രാഹുലും പ്രിയങ്കയും തങ്ങൾക്ക് വല്ലാത്ത തലവേദനയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് മോദിയും കൂട്ടരും. അതാണ് ഇന്നലെ ലോക്സഭയിലും കണ്ടത്. ഇന്നലത്തെ പ്രിയങ്കയുടെ ലോക്സഭയിലെ പരാമർശത്തിൽ ബി.ജെ.പി. നേതൃത്വം അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി എന്നതാണ് സത്യം. മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ സഭയിൽ ബഹളമുണ്ടാക്കിയതിൽ നിന്ന് പ്രിയങ്കയുടെ വാക്കുകൾ എത്രത്തോളം ബി.ജെ.പിയെ അലോസരപ്പെടുത്തി എന്ന് വ്യക്തം. അതിൽ നിന്ന് രക്ഷ നേടുന്നതിനാണ് പ്രിയങ്കയുടെ പരാമർശങ്ങൾ സ്പീക്കറെ കൊണ്ട് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യിച്ചിരിക്കുന്നത്. സഭാരേഖകളിൽ നിന്ന് നീക്കിയാലും അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത്. തീപ്പൊരി പ്രസംഗത്തിന് പിന്നാലെ പ്രിയങ്കയെ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തിപ്പാടുകയാണ് കോൺഗ്രസ് നേതാക്കൾ.